ഏറാമലയിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് RMPയും UDF നടത്തിവരുന്നതെന്ന് RJD നേതാവ് മനയത്ത് ചന്ദ്രൻ ആരോപിച്ചു. ഇവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നും മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. ബ്ലോക്ക് ഡിവിഷനിൽ RJDയുടെ നേതാവ് പ്രസന്ന വിജയിച്ചു. ആ ആഘോഷത്തിൽ പങ്കെടുത്ത് തുരുത്തിമുക്കിലിറങ്ങി മടങ്ങുകയായിരുന്ന റാഫിയെ ഒരു കൂട്ടം മുസ്ലിം ലീഗുകാർ തമാശയാക്കുകയും പരിഹസിക്കുകയും കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ റാഫിയുടെ കൂടെയുള്ള ആളുകൾ വീണ്ടും റാഫിയെ തമാശയാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു പോയി. അപ്പോൾ RJDയുടെയും CPMൻ്റെയും LDFൻ്റെയും സഖാക്കൾ അവർ ഈ നടപടിക്ക് എതിരായിട്ടുള്ളൊരു സമീപനം സ്വീകരിച്ച് കുറേ ആൾക്കാർ ഒത്തുകൂടിയപ്പോൾ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കേസും കാര്യങ്ങളും വേണ്ടാന്ന് തീരുമാനിക്കുകയും ആൾക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തു. പിരിഞ്ഞു പോയതിന് ശേഷം പാറക്കൽ അബ്ദുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തത് തൻ്റെ വീട് ആക്രമിക്കാൻ LDF തയ്യാറെടുക്കുന്നു എന്ന് പോലീസിന് വിവരം നൽകി. പോലീസ് വന്നു. CIയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അവർക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധിയായിരുന്ന പാറക്കൽ അബ്ദുള്ള ജാഫറിൻ്റെ വീട്, കൊച്ചേരി ജാഫറിൻ്റെ വീട് കാണിച്ചു കൊടുത്തു. അവിടെ ആളുകൾ തമ്പടിച്ചിരിക്കുന്നു, ആരുമില്ല. അപ്പോൾ ഇവർ അകത്ത് കയറി സ്ത്രീകളോട് പറഞ്ഞു, ജാഫർ ഇറക്കൂ, ജാഫർ ഇവിടെ ഇല്ല. അങ്ങനെ ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആൾക്കാർ അവർ ബഹളം വെച്ചു, സ്ത്രീകൾ. അപ്പോൾ ഇവർ അനുജന്മാർ അടുത്ത വീട്ടിൽ നിന്ന് വന്ന് വീട്ടിൽ വരുമ്പോൾ തന്നെ ഈ അനുജന്മാരെ പിടിച്ച് ലാത്തി കൊണ്ടടിച്ചു. സ്ത്രീകൾ വന്ന് പിടിച്ചു വെച്ചപ്പോൾ പോലീസ് വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ സമ്മതിച്ചില്ല. അങ്ങനെ സ്ത്രീകൾക്ക് മർദ്ദനേറ്റു, അവർ വീണു. അങ്ങനെ യഥാർത്ഥ പോലീസ് ചെയ്ത് ഭവനവേദനവും കൊലപാതക ശ്രമവുമാണ് യഥാർത്ഥം നടത്തിയത്. അല്ലെങ്കിൽ അത്രയും ക്രൂരമായ രൂപത്തിലാണ് പോലീസ് പെരുമാറിയിട്ടുള്ളത്. ആ വിവരം വാട്സപ്പിലൂടെ അറിഞ്ഞ നൂറുകണക്കിന് LDF പ്രവർത്തകന്മാർ ഇവിടെ കൂടി അവർ പ്രതിഷേധ പ്രകടനം നടത്തി. അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ UDFൻ്റെ പ്രകടനം പഞ്ചായത്തിൻ്റെയും മണ്ഡലത്തിൻ്റെയും പല ഭാഗത്ത് ആൾക്കാർ വന്നു. ഇവിടെ വളരെ മോശമായ രൂപത്തിലുള്ള മുദ്രാവാക്യം റാഫി, യഥാർത്ഥത്തിൽ ഈ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത റാഫിയെ അപമാനിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം കാര്യം. അപ്പോൾ ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മുസ്ലിം ലീഗും RMPയും അതുപോലെ കോൺഗ്രസും നടത്തുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമുള്ള മതസൗഹാർദ്ദം മാനവികത ശക്തമായി നിലനിൽക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ഹൃദയഭൂമിയായ ഏറാമലയിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവണം. തഹസിൽദാരോ RDO സർക്കാരോ മുൻകൈ എടുത്തുകൊണ്ട് ഒരു സമാധാന യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് ഈ ക്രമസമാധാനം തകരുന്നതിനെതിരായിട്ട് നടപടിയെടുക്കണം. അതുപോലെ കയ്യേറ്റം നടത്തിയിട്ട് പോലീസുകാർക്കെതിരായി നടപടി ഉണ്ടാവണം. സമാധാനപരമായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കണം. അതിനുവേണ്ടി LDF മുൻകൈ എടുക്കും എന്നിവിടെ